ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ അതുപോലെ തന്നെ പരത്താനും നിൽക്കേണ്ട പൊരിക്കാനും ഒന്നും ചെയ്യാത്ത നല്ലൊരു അടിപൊളിയായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പേസ്ട്രി ഷീറ്റാണ് കേട്ടോ വേണ്ടത് നമുക്ക്. അപ്പോൾ ഈ ഒരു പേസ്ട്രി ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നല്ലൊരു സ്നാക്സിൻ്റെ വീഡിയോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ്റെ മസാല ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രീസറിലാണ് കേട്ടോ ഇത് ഉണ്ടാവില്ല. അപ്പോൾ ഫ്രീസറിൽ നമുക്ക് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് പുറത്ത് വെക്കണേ. അതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഷീറ്റ്. അപ്പോൾ ഇതുപോലെ നല്ല ഐസൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇത് നമുക്ക് നീർത്തിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ലെയറായിട്ടാണ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല നീർത്തി കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു സൈഡിൽ മസാല വെച്ചിട്ട് റോൾ ചെയ്തെടുക്കലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്വീറ്റ്സിൽ വേണമെങ്കിലും ചെയ്തെടുക്കുക. ബക്കലാവൊക്കെ ഉണ്ടാക്കലില്ല ആ ഒരു ഷീറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ നല്ലോണം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ചിക്കൻ്റെ മസാല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ മസാല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കുക. ചിക്കൻ്റെ മസാല അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ മസാല എന്ത് മസാല വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നല്ലോണം ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലാക്കിയിട്ട് നമുക്ക് ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ചിക്കൻ്റെ മസാല ഇതാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ സൈഡിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല നേരത്തിൽ ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പം റമദാൻ മാസത്തിലൊക്കെ നമുക്ക് പണിയൊക്കെ വേഗം തീർക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ടേസ്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാനും പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇതുപോലെ മസാല നീളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചുറ്റിച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബട്ടറും ഉണ്ടല്ലോ അപ്പം ചുറ്റാനും നല്ല എളുപ്പമാണ് കേട്ടോ. അതിവിടെ ഒട്ടിക്കോളും കേട്ടോ. നേരെ ഷീറ്റാണ് കേട്ടോ ഇതപ്പോൾ ചെറുങ്ങനെ ഒന്ന് ഇതാകുമ്പോൾ തന്നെ തോലൊക്കെ ഒന്ന് ഇതായിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ല ശരിക്കും ഇതുപോലെ നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ആ സൈഡിൽ കുറച്ചും കൂടെ ഒന്ന് ബട്ടറായി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നല്ല ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റൗണ്ടിലുള്ള ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ചുറ്റിച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ കുറച്ചൊന്ന് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ സൈഡിലേക്ക് നമുക്കിത് ഈ ഒരു റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ വെച്ച് കൊടുക്കാൻ എന്നിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ബാക്കിയുള്ളതൊക്കെ എല്ലാം റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ആദ്യം ഈ ഒരു ലെയർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി വരുന്ന ഗ്യാപ്പിലൊക്കെ ഇതുപോലെ ഓരോരോ ലെയർ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ പരത്താനും കുഴക്കാനും ഒന്നും നിൽക്കണ്ട. നമുക്ക് ഈ ഒരു ഷീറ്റ് നമുക്ക് വായിക്കഴിഞ്ഞാൽ ഒരുപാട് തവണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ലെയറൊക്കെ ഉള്ള ഷീറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ മാർക്കറ്റിലും ഈ ഒരു ഷീറ്റ് അവൈലബിൾ ആണ്. എന്നിട്ട് നമുക്കിതുപോലെ ബാക്കിയുള്ളതൊക്കെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ വെച്ച ആ റോളുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ബാക്കിയുള്ള ഇതിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു പാത്രം ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മൊത്തത്തിൽ നല്ലോണം റൗണ്ട് ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ടാവും ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ അതുപോലെ തന്നെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റേതായ ഭംഗിയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ഉള്ള പാത്രങ്ങളൊക്കെ ചെയ്തെടുത്താൽ നല്ല ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഒരു ടേസ്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പം എല്ലാ ഗ്യാപ്പും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ഒരു ചെറിയ ഗ്യാപ്പും കൂടെ ചെറിയൊരു പീസ് വെച്ചിട്ട് റോൾ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഷീറ്റ് ഇതുപോലെ അതേ ഷേപ്പിൽ തന്നെ മടക്കിയിട്ട് നമുക്ക് ഈ ഒരു കവറിലാക്കിയിട്ട് മറ്റേ ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഫ്രീസറിൽ തന്നെ വെക്കണേ.
താഴെ വെക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ഒന്നാമത് പൂപ്പലടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കട്ടെ. നമ്മൾ സമൂസ ലീഫ് അതുപോലെ തന്നെ സ്പ്രിംഗ് റോൾ ഷീറ്റൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഷീറ്റ് വെക്കുന്ന അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ, വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഷീറ്റ് ഇതുപോലെ കവറിലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബട്ടറും ഇതിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്രിസ്പിയൊക്കെ വേണമല്ലോ നമുക്ക് ഈ ഒരു സ്നാക്സ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ബാക്കിയുള്ള ബട്ടറും ഇതുപോലെ ചെയ്തെടുക്കട്ടെ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മേലേക്ക് ഒരു മുട്ടയും അതുപോലെ തന്നെ കുറച്ച് പാലും അതുപോലെ തന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഒരു സോഫ്റ്റായിട്ട് അതുപോലെ തന്നെ ക്രിസ്പിയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ലോണം ഹാർഡായി പോകും. അപ്പോൾ ഈ ഒരു പാലും അതുപോലെ തന്നെ മുട്ടയൊക്കെ വരുന്ന ഒരു മിക്സ് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുത്താൽ ആ ഒരു ഹാർഡ് നമുക്ക് ഉണ്ടാവില്ല, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ക്രിസ്പി ഉണ്ടാവുക. അപ്പം ഈ ഒരു രീതിക്ക് നമുക്ക് മുട്ടയും പാലും ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ എന്നിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 180 ഡിഗ്രിയിൽ ഒരു 20 to 25 മിനിറ്റ്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സ്നാക്സ് റെഡിയായി വരും കേട്ടോ. അത് കഴിക്കാൻ ടേസ്റ്റുള്ള അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുള്ള അതുപോലെ തന്നെ ഉണ്ടാക്കാനും സിമ്പിളായിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഞാൻ ഒരു 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു രീതിക്ക് നമുക്ക് ആയി കിട്ടുക. അപ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്ന് ഇത് എടുത്തിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏത് രീതിക്കാണ് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ല ഈ ഒരു റൗണ്ടിൽ ഷേപ്പിൽ ഇങ്ങനെ കാണുന്ന സമയത്ത്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സ്നാക്സ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.